നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി ഒരു ചെറിയൊരു ശയന പ്രദർശനമൊക്കെ നടത്തി അവിടുത്തെ ചെടികളും പൂക്കളൊക്കെ ഒന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് നന്നായിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇപ്പം നട്ടുണ്ടാക്കുന്ന ചെടികളാണ് നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മാസത്തിലാണല്ലോ പൂക്കളൊക്കെ ഉണ്ടാവുക. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുറ്റത്തുനിന്ന്. അതുകൊണ്ട് തന്നെ നീനൂട്ടി കുറേ എന്താ പറയുക ഷോർട്സും റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇവിടെ എനിക്ക് ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അരീക്കോട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല. ഇവിടെ ഒന്നും ആ ഒരു പൂക്കളും ചെടികളൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഞാനിതാ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനില്ല കേട്ടോ. പിന്നെ തുത്തു നുജുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. ഇതിപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല, ഞാനും പിന്നെ ഞങ്ങളും എൻ്റെ മക്കൾ തന്നെ ഉള്ളൂ. പിന്നെ ഉമ്മയാണെങ്കിൽ പേരക്കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള തിരക്കിലുള്ള ഓട്ടം ഫുഡ് ഉണ്ടാക്കലും കിച്ചണൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം ഞാനിതാണ് ഇന്ന് കഴിച്ചത് കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ രാവിലെ എഴുന്നേറ്റ് ആ സോഫയിൽ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മുട്ട റെഡി കേട്ടോ. അപ്പോൾ ഇത് പതിയോ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുവന്നതാണ്. അടിപൊളി എന്ന് പറഞ്ഞ് എനിക്ക് ഒരു മുട്ട മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുട്ടയൊക്കെ പൊരിച്ചെന്നും ഞാൻ പിന്നെ ചായ വെള്ളത്തിനോ പിന്നെ ബട്ടർ കോഫിക്കോ ഒന്നും നിന്നിട്ടില്ല. ബട്ടർ ഉണ്ട്, വേണേൽ ബട്ടർ കോഫി ഉണ്ടാക്കി തരാമെന്ന് ഉമ്മ പറഞ്ഞു. ഇങ്ങ് വേണ്ട എന്ന് വേണ്ട, ഞാനിത് വെള്ളം കുടിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു കോപ്പ നമ്മുടെ അരി കൊടുത്ത പോലെ തന്നെ ഇവിടെ എനിക്കൊരു വലിയൊരു കോപ്പുണ്ട് കേട്ടോ. ആ കോപ്പയിൽ ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കുള്ളൂ. അതെടുത്ത് അങ്ങനെ കുടിക്കുന്നുണ്ട്. പിന്നെയും എന്താ പറയുക ബട്ടർ കോഫി വേറെ ഒന്നും കുടിച്ചിട്ടില്ല. ഇതാണ് ഞാൻ രാവിലെ കഴിച്ചത്, ഒരു മുട്ട കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിശപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് കുറച്ച് പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി വന്ന് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഒക്കെ നുജുമൊക്കെ പോയിട്ടോ. അവന് ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നല്ല 9-9:30 ആയിട്ടുണ്ട്. രാത്രി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിലേക്ക് കയറണം, അല്ലെങ്കിൽ എന്താ ഇപ്പം സ്നാക്സ് അല്ല കടി ഉണ്ടാക്കുക അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമാധാനത്തിലുള്ള ഉറക്കമാണല്ലോ. അപ്പോൾ ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഞാൻ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്ന പാടെ ഞാനിതാ എന്താ പറയുക എന്താ ഫുഡെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ എടുത്ത് തരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഉമ്മ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ബീഫ് കേട്ടോ. നല്ല ബീഫ് എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കണം, അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഉമ്മ ഉണ്ടാക്കണം അതേപോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കും, പക്ഷേ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. എൻ്റെത് വേറെ ടേസ്റ്റ് ആവും, അത് വേറെ ടേസ്റ്റ് ആവും. പക്ഷേ നമ്മൾ ഉമ്മാരത് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമാവുമല്ലോ. അതുമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ നല്ല കൈപ്പുണ്യാണ് ഇവിടെ വരുന്നവർക്കും ഉപ്പാൻ്റെ ഫ്രണ്ട്സ് വരുന്നവർക്കും നുജൂമിൻ്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ ഉമ്മാൻ്റെ ഫുഡ് കഴിക്കാനാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് വരാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബീഫുണ്ട്, പിന്നെ നമ്മുടെ ചീരത്തോരനുണ്ട്, തേങ്ങ കെട്ടുമ്പോൾ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തൈര് ആ ചീരയിലേക്ക് പാർന്നിട്ട് ഇതാ വരികയാണ്. ഉമ്മാനോട് ഫ്രിഡ്ജിൽ നിന്ന് ലേശം തൈരൊക്കെ എടുപ്പിച്ചിട്ട് വരികയാണ് കേട്ടോ. ഞാനത് പുറത്ത് പോയി വന്ന ആ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത്, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ബീഫ് കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നീനുട്ടിനോട് കസാല എനിക്ക് ഒഴിവ് തരുമോ, മേശൻ്റെ അടുത്ത് തരുമോ വെച്ചപ്പോൾ അവളും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ സോഫയിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. സോഫയിൽ ഇരിക്കാൻ ഇവിടെ ഇങ്ങോട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതാണ് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ചീരത്തോരന്. അത് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം ആൾക്കാർ കഴിക്കുന്നുണ്ടാകും, പക്ഷേ എന്താ പറയുക ഈ ഒരു ബീഫ് ചീര ഭയങ്കര എനിക്കിഷ്ടമാണ്. അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴിച്ചടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ കീറ്റോയിൽ ഇതൊക്കെ ഉള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലുള്ള ഫുഡ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിലുള്ള ഫുഡ് വെച്ച് അടിപൊളിയാക്കാം, അങ്ങനെ അങ്ങോട്ട് അടിപൊളിയാക്കി കഴിക്കുക, വേറൊരു ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഇന്നലെ എൻ്റെ കമൻറ്റിൽ ഉണ്ടായിരുന്നു നല്ല എന്താ ഫ്ലാക്സ് സീഡൊക്കെ പുട്ടായിട്ട് കഴിക്കാമെന്നൊക്കെ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക അങ്ങനെയുള്ള വല്ല ചെറിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണ്ടോ. ഒരേ ഫുഡ് കഴിച്ച് ഞാൻ മടുത്ത് പോയി. അപ്പം
ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോളിഫ്ലവറൊക്കെ ചെറുതായിട്ട് നമ്മൾ ഈ കാബേജൊക്കെ ഇങ്ങനെ അരക്കുന്ന ചെറുതാക്കി കട്ട് ചെയ്യുന്ന ആ ഒരു സംഭവമല്ലേ, അതിൽ വെച്ചിട്ട് കോളിഫ്ലവർ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന പോലെ വെള്ളം തിളക്കുമ്പോൾ അതിലിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് ചോറായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പൊരിച്ച് അങ്ങനെ കഴിക്കും. നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച് കഴിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ക്ഷീണിച്ച് പിന്നെ ഒന്നാമത് വെയിലത്ത് പുറത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോഴേ നല്ല ഒരു വെയിലല്ല, എന്താ വെയിലല്ലേ ചൂട് വന്നപ്പോൾ നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ സോഫയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ എഴുന്നേറ്റ് ഇതാ ഒരു കട്ടൻ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, മധുരമില്ലാത്ത കട്ടൻ ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി. ഇവിടെ ആകുമ്പോൾ എന്താ അറിയില്ല, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനൊരു രസമാട്ടോ, കാരണം ഒരു നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം ആയാലും ഒന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാനും നീനുവിന് പുറത്ത് പോയിട്ട് ഞാനും ഉണ്ടായിരുന്നു പുറത്ത് പോയപ്പോൾ. അപ്പോൾ നീനുട്ടി ഡ്രസ്സ് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിത്തനാക്കിയിട്ട് അമ്മച്ചി എനിക്ക് വീഡിയോ എടുത്തുണ്ടോ ഡാൻസ് എടുത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അതങ്ങനെ ആ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ പോയിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ നടക്കണത്. അപ്പോൾ നീലും ഇതാ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ നടക്കണ കണ്ടപ്പം ഹൈറൂന് മുറ്റത്തേക്ക് ഇറങ്ങണം, അവനും നിലത്തേക്ക് ഇറങ്ങണം കേട്ടോ, കാരണം അവന് നടക്കാൻ അറിയില്ല എന്ന് അവനറിയില്ലല്ലോ. അവനെന്ത് ചെയ്യണം, നീലു നടക്കുന്നത് കണ്ടിട്ട് അവനും നിലത്തിറങ്ങി മുട്ടുകുത്താണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക, ആ മുറ്റത്തൂടെ മുട്ട് കുത്തിയിട്ട് മുട്ടുകാലൊക്കെ തോല് പോലേ. അപ്പോൾ ഞാൻ വീണ്ടും എടുക്കും. അങ്ങനെ ഞങ്ങൾ ആ ഒരു വീട് കണ്ട, അതാണ് ഞങ്ങളുടെ വീട്. ആ വീട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ട് ഇങ്ങനെ നടക്കാമെന്ന് കരുതി. നീനിങ്ങനെ പിന്നെ ഞാനെൻ്റെ പിന്നാലൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ നീനൊരു നല്ല ഫോട്ടോസ് കിട്ടണം കേട്ടോ. എന്തിനാ വെച്ചാൽ ഒന്ന് സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനെൻ്റെ പിന്നാലങ്ങ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഞാനെൻ്റെ ഫോണിൽ നല്ല ക്ലിയറാണ് ഫോട്ടോസ് എടുത്താൽ നല്ല ഭംഗിയായിട്ടോ അതിൽ. അപ്പം അതിലെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം തപ്പിത്തെരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. പിന്നെ മക്കളെ കൊണ്ട് നടക്കൂല, അവരെയും കൊണ്ട് ഫോട്ടോ എടുക്കലൊന്നും നടക്കൂല. പിന്നെ 1-2 ഫോട്ടോസ് എന്തോ ജസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നുട്ടോ. വന്നപ്പോഴേക്കും മോളിതാ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതുമ്മും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മോളുവിനെ കണ്ടപ്പോൾ ഐറൂസ് അമ്മച്ചിനെ കണ്ടതല്ലേ അങ്ങോട്ട് ചാടിയതാണ്. പക്ഷേ ഞാൻ പുറത്ത് നിൽക്കുന്നത് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ, അതിൻ്റെ അടുത്തേക്ക് തന്നെ. പക്ഷേ ഇങ്ങോട്ട് പോകുന്ന അപ്പോൾ എന്ത് ചെയ്യണം, നിലത്തിറങ്ങണം. നീലു അപ്പുറത്ത് ഇങ്ങനെ ബാറ്റും പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പന്ത് കളിക്കണ പോലെ അങ്ങനെ ബാറ്റും പിടിച്ച് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവ ഓടി കളിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ വിചാരം ഇവനും നടക്കാൻ കഴിയുമെന്നാണ് ഐറൂസിൻ്റെ വിചാരം കേട്ടോ. നേരെ കിടന്ന് എൻ്റെ മേല് കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് പൊളിയാണ് കേട്ടോ. ഇവിടെ കരയാണ് കേട്ടോ നിലത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അവസാനം അവൻ്റെ അമ്മച്ചിക്കൻ്റെ മോളൂന് തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ട് അമ്മച്ചി കൊണ്ടുപോയി കാണിച്ചു തരാമല്ലോ ഐറൂന് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് പോവുകയാണ്. പൂക്കളിലും ചെടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാണ്. അപ്പം എന്താ പറയുക, അവളെടുത്തപ്പോൾ അവൻ അടങ്ങി നിൽക്കണുണ്ട്. പിന്നെ ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും ഐറസും വെച്ചിട്ട് ഒരു ചെറിയ റീൽസും ഷോർട്സൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. അത് കാണാത്തവരുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഷോർട്സാണ്. ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഐറൂസിനെ വെച്ച് ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ പിന്നെ എന്താ പറയുക, വീട്ടിലേക്ക് കയറി ഒരു 6 മണി ഒക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് സീരിയലിൻ്റെ ഒരു അസ്കിത ഇവിടെ ഉണ്ടാവും കേട്ടോ. ആ ഒരു കാര്യത്തിൽ അമ്മായിയമ്മ മരുമകൾ ഒരുമിച്ച് കാണുന്ന ഒരുപാട് സീരിയലുകളുണ്ട്. അപ്പം എന്താ പറയുക, എൻ്റെ അമ്മ കണ്ണാടൊക്കെ വെച്ച് ഭയങ്കര ശുഷ്കാന്തിയോടെയാണ് കാണുന്നത് കേട്ടോ. അത് എൻ്റെ മടിയിൽ നീലുണ്ട്. പിന്നെ സീരിയൽ വന്നാൽ പിന്നെ എനിക്ക് വലിയൊരു താല്പര്യമില്ല കേട്ടോ, കാരണം ആദ്യമേ താല്പര്യമില്ല. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് അമ്മ സീരിയലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കില്ല. പക്ഷേ നാനുവിന് ചെറിയ 1-2 സീരിയൽ നാനും കാണും കേട്ടോ അമ്മാൻ്റെ. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും അതിലേക്ക് മുഴുകി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സമയം പോയി. പിന്നെ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പം മോളുവിൻ്റെ ഹസ്ബൻഡും വന്നു. പിന്നെ നുജും അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ അവർക്കൊക്കെ പിന്നെ ഫുഡ് എടുത്തു കൊടുക്കുന്ന തിരക്കിലായി. ഇമ്മ നല്ല അടിപൊളി നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, ബീഫ്,
വരട്ടിയത്. ഇതൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ചത്, അച്ചാറുണ്ട്, തൈരുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കാണ്, ഞാനിത് അങ്ങനെ വീഡിയോ എടുത്ത് നടക്കാണ് കേട്ടോ. മോളും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ച് കണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ഞാൻ വൈകുന്നേരം ആ ചായ കുടിച്ച് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഉമ്മ അങ്ങ് പറയുന്നുണ്ട് ബീഫുണ്ട്, തിന്നോ തിന്നോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അധികം ലേറ്റ് ആയില്ല, 9 മണി 9:30 ആയിട്ടുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അരീക്കോടുന്നാണെങ്കിൽ ഒരു 7 മണിയുടെ ആദ്യമേ ഉള്ളൊരു ശീലമാണ്. അങ്ങനെ 7 മണിൻ്റെ ഉള്ളിൽ കഴിക്കും. പിന്നെ എങ്ങനെ എന്തേ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മാത്രം അങ്ങനെ എക്സ്ട്രാ സമയം നമ്മളിപ്പോൾ ഫിലിമൊക്കെ കാണാൻ പോവുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുക, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഞാൻ പിന്നെ പുറത്തുനിന്ന് അങ്ങനെ രാത്രി വൈകി ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട്ടിലാന്ന് ഞാൻ പറഞ്ഞോട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് പിന്നെ എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഒരു മുട്ടയും ഉച്ചയ്ക്ക് ആ ഒരു ചീരത്തോരനും ബീഫെല്ലാം കഴിച്ചിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു, അത്രേ ഉള്ളൂ ഇന്ന് കഴിച്ചത് കേട്ടോ. അപ്പം ഉമ്മമാർക്ക് പിന്നെ എപ്പോഴും സങ്കടമാണല്ലോ, നമ്മൾ എത്ര തടി ഉണ്ടായാലും അവർ വിചാരം നമ്മൾ ക്ഷീണിച്ചു എന്നുള്ള ഒരു സംഭവമാണല്ലോ അവർക്ക് ഉണ്ടാവുക. നമ്മൾ കഴിക്കാഞ്ഞാൽ ഒരു ടെൻഷനാണല്ലോ. അങ്ങനെ എന്താ പറയുക, ഫുഡ് കഴിപ്പും പരിപാടികളും പിന്നെ കുറച്ച് നേരം സംസാരിക്കാനെല്ലാം കഴിഞ്ഞ് നുജുമും ഞാനും കിടക്കാൻ പോയി. മോളുൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോയി. ഞങ്ങൾക്കൊക്കെ ഒരു ഉമ്മയൊക്കെ തന്ന് ഉമ്മയും കിടക്കാൻ പോയി. അങ്ങനെ ഞങ്ങളും കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലെത്തി AC ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ വാതിലടിച്ച് എല്ലാവരും കൂടി ഈ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാനും ഇതും മുതൽ ഈ ചെറിയ കെട്ടുമലും വലിയ കെട്ടുമൽ നീനൂട്ടിയും മോളും ഐറൂസാട്ടോ കിടക്കണേ. അപ്പോൾ എല്ലാവരും മേലൊക്കെ കഴുകി, ഐറൂസ് സുന്ദര കുട്ടപ്പനായി മേലൊക്കെ കഴുകി, അവൻ കഞ്ഞിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലൊക്കെ കഴുകി കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതുമ്മും കുളിച്ച് സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം, നാളത്തെ വീഡിയോയിൽ വരാം. ബായ്.